ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം, ആ ചിക്കൻ്റെ അകത്തു നിന്നുള്ള എണ്ണ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അത് നേരെ ലാൻഡ് ചെയ്തത് വേറെ എടുത്തേക്കല്ല എൻ്റെ കൈമിലേക്ക് തന്നെയാണ്, അടയാളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഉച്ചക്കേക്ക് ചോറിനായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതേ പണി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കൊരു പണിയും കിട്ടിക്കൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ചിക്കൻ നല്ലോണം പൊരിച്ചെടുക്കുക ഗൈസ്. പൊരിച്ചെടുക്കുന്നതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആകെ മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടു, പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പെരിഞ്ജീരകം ഇടുക. പെരിഞ്ജീരകത്തിൻ്റെ അകത്ത് അതൊന്ന് റെഡിയായതിന് ശേഷം അതിനകത്തേക്ക് സവാള, കറിവേപ്പില, പിന്നെ പച്ചമുളകും അതും കൂടിയിട്ട് നല്ല രീതിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റുക. ഉപ്പിട്ടാൽ വേഗം വഴറ്റി വരുമല്ലോ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് കുഞ്ഞുള്ളി മീൻസ് നിങ്ങളെന്താ പറയുക, കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക, ചതച്ചിട്ടിടുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇഷ്ടമാണ് ഗൈസ്. കുഞ്ഞുള്ളി ഓപ്ഷനാണ്, വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കണ്ട ഗൈസ്. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് കയറി പിടിക്കണം. പിന്നെ അതിന് ശേഷം നമ്മുടെ സ്വന്തം തക്കാളി ഇട്ടതിനെ അതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇതിൽ ചിക്കൻ മസാലയും കാശ്മീരിയാണ് കുറച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കാട്ടും കൂടുതലെടുത്തത് ചിക്കൻ മസാലയാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. സത്യം പറയട്ടെ, ഇത് പറയുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരുന്നു, സോറി ഗൈസ്. എന്നിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്തിട്ട് ഈ മസാല ഈ ഒരു ഉള്ളി വയറ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ മിക്സായി പിടിക്കണം. ആ പിടിച്ചതിനകത്തേക്ക് നമ്മൾ എന്താക്കുക, കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ചധികം ഒഴിച്ച് ഓവറാക്കരുത്, കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം അതൊന്ന് കുറുക്കിയെടുക്കുക. മീൻസ് ഇതിനകത്ത് വെള്ളമൊക്കെ കുറച്ച് കുറുകിയെടുക്കുന്നവരെ, മസാലയിലൊന്ന് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ട ആളാണ് ഉപ്പ്. ഞാനിപ്പോൾ ലാസ്റ്റാണ് ഉപ്പ് ചേർത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചിക്കൻ്റെ അകത്ത് ഉപ്പുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ മസാലേനകത്ത്, അതായത് ഉള്ളി വഴറ്റുന്ന നേരം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിടുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മല്ലിയില കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ ഒന്നും കൂടെ വെയിറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ചിക്കൻ ഇടുക. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക. അതായത് ചിക്കൻ്റെ അകത്തേക്ക് മസാല പിടിക്കണം. ആ ലെവലിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കുഴച്ച് ഈ സാധനം അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം വെക്കണം. എന്നിട്ട് ഇതൊന്ന് പിടിച്ച് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് പിന്നെ സാധനം സെറ്റായി. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ സെറ്റായി. പിന്നെ ഗൈസ് പറയാനുള്ളത്, ഇതെൻ്റെ മാത്രമാണ്. നിങ്ങൾ വേണമെന്നുള്ളവർക്ക് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ബൈ ഫ്രം തെജ. ബൈ.